അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ ബോംബുണ്ടാക്കുമെന്ന് പറയുന്നില്ല. ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കഴിവിന്റെ പരമാവധി നിയമത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാ. നടക്കാൻ പാടില്ലാത്തത് നടന്നാൽ പിന്നെ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഈ രാജ്യത്തൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കണം. അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഇതിനെ വർഗീയമായി ചിത്രീകരിച്ച് രാജ്യത്തെ ഇരു വിഭാഗങ്ങൾക്കിടയിൽ വർഗീയ കലാപത്തിന് ശ്രമിക്കരുത്. പോപ്പുലർ ഫ്രണ്ട് ഒരിക്കലും അങ്ങനെ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിലെ ചില വർഗീയമായ പ്രശ്നങ്ങളുണ്ടായി. പോലീസുകാരെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ 5 മുസ്ലിം ചെറുപ്പക്കാർക്ക് നേരെ നിറയൊഴിച്ചു. എവിടെ പോയി ഇവിടെയുള്ള മാധ്യമ വിചാരണക്കാര്? എവിടെ പോയി സംയുക്ത മീറ്റിംഗ് വിളിക്കുന്നവര്? എവിടെ പോയി അന്വേഷണ ഏജൻസികളെ തേടിപ്പോ ഡൽഹിയിലേക്ക് പോകുന്നവര്? ഒരാളെയും നമ്മൾ കണ്ടില്ല. ഈ രാജ്യത്തെ 5 ചെറുപ്പക്കാര് നമ്മുടെ നാട്ടില് പോലീസുകാർ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ വെടിവെച്ചു കൊന്നു. മാത്രമല്ല, ഒരു സമുദായത്തിന് നേരെ കലാപത്തിന് ആഹ്വാനം കൊടുത്തുകൊണ്ട് പള്ളികളിൽ നിന്ന് മണിയടി കേട്ട ആളുകളാണ് ഞങ്ങൾ. ആ മണിയടിക്കനുസരിച്ച് നിന്നുകൊടുത്തില്ല പോപ്പുലർ ഫ്രണ്ടുകാരൻ. പോപ്പുലർ ഫ്രണ്ട് അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തിലെ ചെറുപ്പക്കാരെ തടഞ്ഞു നിർത്തി, അരുത്, ഈ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയത് കൊണ്ടാണ് തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലെ ഒരു വർഗീയ കലാപമുണ്ടാകാതിരുന്നത്. ഞങ്ങളിവിടെ ക്രിസ്ത്യാനികൾക്കെതിരല്ല, ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരല്ല, ഒരു മതവിഭാഗത്തിനും ഞങ്ങളെതിരല്ല. അങ്ങനെയുള്ള പ്രചാരണം നടത്തുന്ന ആളുകള് ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളില്, പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയില് പള്ളികൾക്ക് നേരെ, ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ, ചർച്ചുകൾക്ക് നേരെ ആക്രമണമുണ്ടായപ്പോ ക്രിസ്ത്യൻ സഹോദരന്മാരോടൊപ്പം നിന്നുകൊണ്ട് അതിനെതിരെ പ്രക്ഷോഭ പരിപാടിയുമായി ആദ്യമായി രംഗത്ത് വന്ന ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്. അതിവിടുത്തെ സഭാ നേതാക്കന്മാര് മനസ്സിലാക്കണം. ഇവിടുത്തെ ക്രിസ്തീയ മതവിശ്വാസികൾ മനസ്സിലാക്കണം. ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഏതോ ഒരു ജോസഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരെ ഇരു വിഭാഗവും തമ്മിൽ കൂട്ടിമുട്ടി അതിൽ നിന്ന് വരുന്ന രക്തത്തുള്ളികൾ കുടിക്കാൻ നിൽക്കുന്ന ചെന്നായ് കൂട്ടങ്ങളാണെന്ന തിരിച്ചറിവ് മുസ്ലിം സമുദായത്തിനും ക്രിസ്തീയ സമുദായത്തിനും ഉണ്ടാകണം. പലരും ഈ സമയത്ത് രംഗത്ത് വരും. ഇപ്പൊ കണ്ടില്ലേ, ജോസഫിനെ കാണാൻ BJPയുടെ കേന്ദ്ര സംഘം വരുന്നു. ആ കേന്ദ്ര സംഘത്തിൽ ആരാ ഉള്ളത്? ഇവിടുത്തെ സാധാരണക്കാരായ ക്രിസ്തുമത വിശ്വാസികൾ മനസ്സിലാക്കണം. ഇവിടെ പള്ളികളിലും മരമനകളിലും കാപ്പി സൽക്കാരം നടത്തി സ്വീകരിച്ച BJPയുടെ കേന്ദ്ര സംഘത്തിലുള്ളത് ഒന്ന് ഒറീസക്കാരനായ ഒരു BJP MP, പേര് കിരൺ പഥക്. അദ്ദേഹവുമുണ്ട് കൂടെ. ആരാ? ഒറീസക്കാരൻ. എന്താ ഒറീസയുടെ പ്രത്യേകത? അവിടെയാണ് ഗ്രഹാം സ്റ്റെയിനും കുടുംബവും ജീവനോടുകൂടി ചുട്ടുകരിക്കപ്പെട്ടത് ക്രിസ്തുമത പ്രചാരണം നടത്തി എന്നതിന്റെ പേരിൽ. ആ ഒറീസയിലാണ് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുക, ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ വീടുകളിൽ നിന്ന് ആട്ടിയോടിച്ചത്, വീടുകളില്ലാതാക്കിയത്. അവിടെയാണ് RSSന്റെ പ്രവർത്തകന്മാരെ, ക്രിസ്ത്യൻ യുവതികളെ മാനഭംഗം ചെയ്തത്. അതിനെ സംബന്ധിച്ചാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ഈ ദേശം ഉണർന്നതിന്റെ ലക്ഷണങ്ങളാണ് അവിടെ കണ്ടത് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവിടെ ചിലരുടെ ദേശസ്നേഹം ഉണരുമ്പോ പലരുടെയും മാനമാണ് തകരുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ആളുകള് ഇപ്പോ മുസ്ലിം സമുദായത്തിന് നേരെ ഒരു ആരോപണം ഉന്നയിക്കാൻ അവസരം കിട്ടുന്നു എന്ന് കാണുമ്പോ ഓടി കേരളത്തിലേക്ക് വന്നു. അത് തിരിച്ചറിയണം. നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരെ ആട്ടിയോടിക്കാൻ നേതൃത്വം കൊടുത്തവൻ ഇന്ന് നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്നുവെങ്കിൽ അത് രക്ഷയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് സ്നേഹത്തോടുകൂടി കഴിയുന്ന, സന്തോഷത്തോടുകൂടി കഴിയുന്ന രണ്ട് സമുദായങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് ഇവിടുത്തെ ക്രിസ്തുമത വിശ്വാസികൾ മനസ്സിലാക്കണം. ഇവിടെ മതങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല. പ്രത്യേകിച്ച് ഈ സംഭവത്തിൽ രണ്ട് മതങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം അദ്ദേഹം എഴുതിയ ചോദ്യപേപ്പർ അംഗീകരിക്കുന്നവരല്ല ക്രിസ്തുമത വിശ്വാസികൾ. പിന്നെന്തിനാണ് അവരവരുടെ കൂടെ കൂടേണ്ട ആവശ്യമില്ല. കാരണം അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, രാജ്യത്തെ കുഴപ്പങ്ങളുണ്ടാക്കി ഭീകരത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ,
അവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ഓശാന പാടുന്ന രാഷ്ട്രീയക്കാരുടെ തനിനിറം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായ രീതിയിൽ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിലെ ചിലരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർന്നു പോകും. ഈ രാജ്യത്ത് പരസ്പര വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന സാഹചര്യമില്ലാതാവും. അത്തരം സാഹചര്യം വന്നാൽ നമ്മുടെ രാജ്യത്ത് സമാധാനമില്ലാതാകും, പുരോഗതിയില്ലാതാകും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കള്ളത്തരങ്ങൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ ഈ രാജ്യത്തെ, ഈ നാട്ടിലെ, ഈ പ്രദേശത്തെ മുഴുവൻ നല്ലവരായ ജനങ്ങളും ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.